പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ഋഷിപാലും, കൊച്ചിയിൽ നിന്ന് ലേബി സജീന്ദ്രനും, കോഴിക്കോട് നിന്ന് സിനോജ് തോമസും നമുക്കൊപ്പം ചേരുന്നു കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളുമായി. വെരി ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഋഷി ഗുഡ് മോർണിംഗ്, ലേബി ഗുഡ് മോർണിംഗ്, സിനോജ് വെരി വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ തിരുവനന്തപുരത്തേക്കൊന്ന് പോവാണ്. തിരുവനന്തപുരത്താണ് ഇന്ന് സംസ്ഥാന കോൺഗ്രസിന് പുതിയ നേതൃനിര വരികയാണ്. കരുത്തരായ നേതാക്കൾ. KPCC അധ്യക്ഷനായിട്ട് സണ്ണി ജോസഫ്, നമ്മുടെ സണ്ണി വക്കീല് ഇന്ന് സ്ഥാനമേൽക്കുകയാണ്. K. സുധാകരൻ ചുമതല കൈമാറും. രാവിലെ 9:30 ഇന്ദിരാഭവനിലെ ചടങ്ങുകളുണ്ട്. അതേസമയം ഒരാഴ്ചയ്ക്കകം പുനഃസംഘടന പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് അറിയുന്നത്. മാത്രമല്ല വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും ഒക്കെ ഇനി തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. റോഷിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, എന്തൊക്കെയുണ്ട്? ഇന്നിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നേതൃമാറ്റം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവർ കാണുന്നത്. അവർക്ക് വലിയ വിശ്വാസമുള്ള സണ്ണി വക്കീലാണ് പുതിയ KPCC അധ്യക്ഷനായിട്ട് വരുന്നത്. മാത്രമല്ല നയിക്കാൻ യുവനിര കൂടിയുണ്ട്. ഷാഫി പറമ്പിൽ, P. അനിൽകുമാർ, PC വിശ്വനാഥ് വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുണ്ടാവും. ഇനി വൈസ് പ്രസിഡന്റുമാരെയൊക്കെ തെരഞ്ഞെടുക്കണം. അതിലേക്കൊക്കെ സാവധാനം കാര്യങ്ങൾ നടക്കും. എപ്പോഴാണ് ചടങ്ങ് ഇന്ദിരാഭവനിൽ? ഋഷി, വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. രാവിലെ 9:30 KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ സണ്ണി ജോസഫും സഹഭാരവാഹികളും ചുമതലയേറ്റെടുക്കുക. K. സുധാകരൻ ഉൾപ്പെടെ AK ആന്റണി അടക്കമുള്ള മുഴുവൻ നേതാക്കളും, സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും ഈ ചടങ്ങ് നടക്കുക. വിപുലമായ ചടങ്ങ് ഈ തവണയില്ല. നേരത്തെ അതിർത്തിയിലെ സംഘർഷ കാരണമാണ് വിപുലമായി ഈ ചുമതലയേറ്റെടുക്കൽ ചടങ്ങ് വേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഊർജം പകരുന്ന ഒരു തീരുമാനം അത് ഹൈക്കമാൻഡ് എടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു. യുവാക്കളുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം KPCCയെ ഇനി നയിക്കും. ആ ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും അണികൾക്കൊക്കെ ഉള്ളത്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ സണ്ണി ജോസഫ് സണ്ണി വക്കീലാണ്. പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ അധ്യക്ഷനായി ലഭിച്ചു എന്ന ഒരു ആത്മവിശ്വാസം തന്നെ എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് AK ആന്റണിയെ വസതിയിൽ സന്ദർശിച്ചാണ് നേതാക്കളൊക്കെ ഇവർ ഒരുമിച്ച് നേരെ ഇന്ദിരാഭവനിലേക്ക് എത്തിച്ചേരുക. ഈ തവണ ഐക്യകാഹളം മുഴക്കി 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, അതാണ് ഈ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും. തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. ഈ 2 തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നേതൃത്വം ഈ പുതിയ ടീം ഏറ്റെടുക്കുന്നത്. ഇന്ന് ചുമതല ഏറ്റെടുത്തതിന് ശേഷം അനൗപചാരിക യോഗങ്ങളുണ്ട്. ആ യോഗങ്ങൾക്ക് ശേഷം 4 പേരും അവർ ദില്ലിക്ക് തിരിക്കും. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയാണ് തിരിച്ചെത്തുക. ഏതായാലും വലിയ ചുമതല, വലിയ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ഈ നേതൃത്വം അവർ ഇന്ന് കോൺഗ്രസിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അരുൺകുമാർ. റോഷി, നമ്മുടെ സണ്ണി വക്കീൽ വരുമ്പോൾ ഒരു വലിയ പ്രത്യേകതയുള്ളത് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവർക്ക് പൊതുവേ ആക്സസ് ഉള്ളൊരു നേതാവാണ് സണ്ണി വക്കീൽ എന്ന് പറയുന്നത്. ആരെയും കേൾക്കും, ആരുമായിട്ട് സംസാരിക്കും. അപ്പം അത്തരത്തിൽ കോൺഗ്രസിലെ നേതാക്കൾക്കൊക്കെ ആത്മവിശ്വാസം പകരാൻ സണ്ണി വക്കീലിൻ്റെ സാന്നിധ്യം സഹായിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല താഴെത്തട്ടിലേക്ക് അത് ഒരു മാസ് ക്രൗഡ് പുള്ളറൊന്നുമല്ല K. സുധാകരനെ പോലെ. പക്ഷേ അതിനുള്ള അവസരവും കിട്ടിയിട്ടില്ല. അറിയാലോ, പേരാവൂരിൽ മാത്രം ഒതുങ്ങി നിന്ന് അധികം സമയവും പ്രവർത്തിച്ച ഒരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ആത്മവിശ്വാസം പകരും വരും ദിവസങ്ങളിൽ. ഇനി അങ്ങോട്ട് തിരക്കായിരിക്കുമല്ലേ. സണ്ണി വക്കീലിന് ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, സംഘടന താഴെത്തട്ടിലുള്ള അഴിച്ചുപണികൾ, ഇതൊക്കെ നടക്കണം. അരുൺകുമാർ, സമയം വളരെ കുറവാണ്. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് അധിക മാസങ്ങളില്ല. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പുനഃസംഘടന പൂർത്തിയാക്കണം. ഇപ്പോൾ നിലവിൽ KPCC അധ്യക്ഷനായി സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ. ഇനി KPCCക്ക് ജനറൽ സെക്രട്ടറിമാർ വേണം, ഉപാധ്യക്ഷന്മാർ വേണം, സെക്രട്ടറിമാരും ട്രഷറർ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി ഉണ്ടാകണം. ആ കമ്മിറ്റി എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുക്കുക, ഒരാഴ്ചക്കകം തന്നെ പുനഃസംഘടന പൂർത്തിയാക്കുക എന്ന വലിയ ലക്ഷ്യമാണ്. സാധാരണ കോൺഗ്രസ് പുനഃസംഘടന അതൊരു നേതൃത്വത്തിന് ബാലികേറ മലയാണ്. ഈ തവണ അങ്ങനെയല്ല. അതിവേഗത്തിൽ പുനഃസംഘടന പൂർത്തിയാക്കി സംഘടനയെ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് വളരെ പെട്ടെന്ന് ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നു, അതിന്റെ കൂടിയാലോചനകൾ നടത്തുന്നു, ദില്ലിയിലേക്ക് പോകുന്നു, നേതാക്കളുമായി കൂടിയാലോചന നടത്തി തിരിച്ചെത്തി എത്രയും പെട്ടെന്ന് പുനഃസംഘടന പൂർത്തിയാക്കുക, ഏറ്റവും മികച്ച നേതാക്കളെ KPCCയുടെ നേതൃനിരയിലേക്ക് എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം തന്നെയാണ് എടുത്തിരിക്കുന്നത്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഏറെക്കാലം പ്രവർത്തിച്ചയാളാണ്. കണ്ണൂരിന്റെ ഒരു കരുത്തുണ്ട്. കാരണം കണ്ണൂരിൽ നമുക്കറിയാം CPMവുമായി നേരിട്ട്
പോരടിക്കുന്ന കാലഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായി സണ്ണി ജോസഫ് കെ സുധാകരൻ ഏറ്റവും അടുത്ത അനുയായിയായി പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസവും കരുത്തും തന്നെയാണ് സണ്ണി ജോസഫ് KPC അധ്യക്ഷനായി ചുമതല ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുക എന്ന് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ഇനി ഏറ്റവും നിർണായകമായ ദിവസങ്ങൾ കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നേതൃത്വം വളരെ വേഗത്തിൽ തന്നെ പുനഃസംഘടന അടക്കം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. ഓക്കെ, മാത്രമല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു സമുദായ പ്രാതിനിധ്യം ഇത്തവണ പുനഃസംഘടനയിൽ പ്രേക്ഷകർക്ക് കാണാം. UDFന്റെ കൺവീനറായിട്ട് വരുന്നത് അടൂർ പ്രകാശാണ്. നോക്കൂ, അടൂർ പ്രകാശ് അത്രയൊക്കെ യോഗ്യനായ മനുഷ്യനാണ്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു നേതാവാണ് അടൂർ പ്രകാശ്. വളരെ പ്രൊഫഷണലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അതേപോലെ വർക്കിംഗ് പ്രസിഡന്റുമായിട്ട് വന്നിരിക്കുന്ന PC വിശ്വനാഥ് ആണെങ്കിലും ശരി, ഷാഫി പറമ്പിലാണെങ്കിലും ശരി, അനിൽകുമാർ ആണെങ്കിലും ശരി, എല്ലാ സമുദായങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയാണ് നടക്കുന്നത്. കോൺഗ്രസിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു നേതൃനിരയാണ് KPCCക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച നേതൃനിരകളിൽ ഒന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്.